ഹായ് എവറി വൺ. CMA ഇൻ്റർമീഡിയറ്റ് എക്സാം വരുന്ന ഡിസംബർ 2025 എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസംബറിൽ എക്സാം എഴുതുന്നുണ്ടോ, തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് തികച്ച് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3-4 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയേണ്ടത് റിസൾട്ടിനെ പറ്റിയിട്ടാണ്. റിസൾട്ട് എല്ലാവരും അവെയിറ്റിംഗ് ആണെന്നറിയാം. എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികളും റിസൾട്ട് അവെയിറ്റിംഗ് ആണ്. അപ്പോൾ പാസ്സാകുമോ ആ ഒരു തോട്ടിലാണ് എല്ലാവരും നിൽക്കുന്നുണ്ടാവുക. സോ ഓഗസ്റ്റ് 11 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഡേറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷമൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടട്ടെ. ഇനി റിസൾട്ട് വന്നിട്ട് ഫെയിൽ ആവുന്നവർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഫെയിലായി എന്ന് കരുതി ആരും ഡൗൺ ആയിട്ടിരിക്കരുത്. ഇനി ഞാൻ CMA പഠിക്കുന്നില്ല എന്നുള്ള ഡിസിഷൻ എടുക്കരുത്, ഡ്രോപ്പ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കരുത്. അത്തരത്തിൽ നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻസും നാളെയോ നെക്സ്റ്റ് ഡേയോ നിങ്ങൾ എടുക്കാൻ പാടില്ല. ഓക്കെ, ഈ 2 ഡേയ്സിൽ നിങ്ങൾ ഒരു ക്രൂഷ്യൽ ഡിസിഷൻസും എടുക്കരുത്. നമ്മുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പാസ് അല്ലെങ്കിൽ ഫെയിൽ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം. പാസ് ആയില്ല എന്ന് കരുതി നമ്മുടെ ലൈഫ് എൻഡാവാൻ പോവുകയോ അല്ലെങ്കിൽ നമുക്കിനി ഒരു കാലത്തും കിട്ടില്ലയോ എന്നൊന്നും അല്ല. പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്കിനി ഇത് പറ്റില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ആരും പോകരുത്. നന്നായിട്ട് വീണ്ടും പഠിക്കുക, ഡിസംബറിൽ എഴുതുക, ക്രാക്ക് ചെയ്യുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിപ്പം ഇതിൽ എല്ലാവരും എന്തായാലും പാസ്സാവില്ല, ഒരുപാട് പേര് ഫെയിലായി പോവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരും പഠിക്കാത്തത് കൊണ്ടല്ല ഫെയിലാവുന്നത്. നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷേ ഏതൊക്കെയോ പോയിന്റിൽ നമുക്ക് എന്തൊക്കെയോ മിസ്റ്റേക്സ് പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ഫെയിലാവുന്നത്. ആ മിസ്റ്റേക്സ് കണ്ടെത്തുക, തിരുത്തുക, നന്നായിട്ട് പഠിക്കുക, നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ 3 അറ്റംപ്റ്റ് ഫെയിലായ ആളാണ്. 4th അറ്റംപ്റ്റിലാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ സ്റ്റിൽ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നത്. ഞാൻ ഡൗൺ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ ദിവസങ്ങളോട് എക്സ്റ്റെൻഡ് ഒന്നും ചെയ്തിട്ടില്ല, പിന്നെയും പഠിക്കുമായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കും കൺസിസ്റ്റൻസി ഉള്ള ആൾക്കും തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു കോഴ്സേ ഉള്ളൂ CMA ഇൻ്റർമീഡിയറ്റ്. ഈ CMA എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ടഫസ്റ്റ് കോഴ്സൊന്നുമല്ല. CMA കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എൻഡാകാനും പോകുന്നില്ല. നമുക്കെല്ലാം കിട്ടും. കറക്റ്റ് കാര്യങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് കിട്ടും എന്ന് പറയുന്നത് പോലെ ആ പേഷ്യൻസ് ഉണ്ടായിരിക്കാം. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിന് ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടും, സെക്കൻഡ് അറ്റംപ്റ്റ് കിട്ടും, നമുക്ക് ചിലപ്പോൾ 8th കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ 1 day നമുക്കും കിട്ടും. അപ്പോൾ ഈ നാളെ ഫെയിൽ ആവുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഫെയിലർ എന്ന് പറഞ്ഞാൽ നമ്മൾ സക്സസ്സിലേക്കുള്ള ആ പാത്തിൽ വരുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞ CMA എന്ന് പറയുന്ന ഒരിക്കലും ഒരു അക്കാഡമിക് കോഴ്സോ റെഗുലർ കോഴ്സോ ഒന്നുമല്ല. സ്മൂത്തായിട്ട് കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല. പ്രൊഫഷണൽ കോഴ്സാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് ചില സമയത്ത് നമ്മൾ സ്റ്റക്കായി പോകും. ചിലപ്പോൾ നമുക്കൊരു ഒന്നും പഠിച്ചിട്ട് പോലും കയറാത്തൊരു എഫക്റ്റ് വരും. അത് സ്വാഭാവികമാണ്. ഓക്കെ, അത് ഒരു മടുപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ എത്തിപ്പോവും. പിന്നെ തിരിച്ച് വീണ്ടും നമ്മൾ ആ ട്രാക്കിലേക്ക് എത്തുക. അതാണ് നമ്മൾ കറക്റ്റ് ഒരു ബ്രേക്ക് കൊടുക്കുക, ആ ഒരു ട്രാക്കിലേക്ക് വരിക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ഫെയിലർ ആയാലും സക്സസ് ആയാലും ഒരേ രീതിക്ക് കാണാൻ ശ്രമിക്കുക. ഡൗൺ ആവുകയോ CMA ഡ്രോപ്പ് ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരു ഡിസിഷനും എടുക്കരുത്. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തതിൻ്റെ ബേസിസിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ക്ലിയർ ചെയ്യാതെ നിൽക്കുമ്പോൾ, അതായത് നമ്മൾ ഫെയിലായി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാല്യൂ, നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടുന്നൊരു വാല്യൂ അതിൻ്റെ എത്രയോ വലുതാണ് നമ്മൾ പാസ്സായി കിട്ടുമ്പോൾ. നമ്മളത് പുറത്തിറങ്ങുമ്പോൾ നമ്മളോട് ചോദിക്കും, ഓക്കെ നിങ്ങൾ പാസ്സായോ എന്ന് ചോദിക്കും. അപ്പോൾ പാസ്സായി എന്ന് പറയുമ്പോൾ നമുക്ക് അവർ തരുന്നൊരു വാല്യൂ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഫെയിൽ ആകുമ്പോൾ എനിക്കിതൊക്കെ പോയോ, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഫെയിൽ ആയെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഇത് പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നൊരു വാല്യൂ, എനിക്ക് എൻ്റെ പാരൻസിനെ കുറച്ചും കൂടി അവർക്കൊരു പ്രൗഡായിട്ടുള്ളൊരു ഫീൽ കൊടുക്കാൻ പറ്റും, അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും, നമ്മുടെ ഫ്രണ്ട്സ് ഹാപ്പിയാവും, നമ്മുടെ റിസൾട്ടിൽ സിൻസിയറായിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരൊക്കെ ഹാപ്പിയാവും നമ്മളൊന്ന് പാസ്സായാൽ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇടാൻ റെഡിയാവുക. ഇപ്പോൾ പോയ ഫെയിൽ പോട്ടെ, ഞാൻ അടുത്ത അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്ന മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, കിട്ടും. അപ്പോൾ എനിക്ക് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നാളെ റിസൾട്ട് വന്നു, ഫെയിലായി, ഓക്കെ എനിക്ക് കിട്ടിയില്ല, ഞാൻ അടുത്ത അറ്റംപ്റ്റ് എന്തായാലും പഠിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ഇനിയുള്ള ദിവസങ്ങളിൽ 14 മണിക്കൂറൊന്നും പഠിക്കാൻ ആരും നിൽക്കരുത്. കാരണം ഓഗസ്റ്റ് ആയിട്ടുള്ളൂ. ഇനിയും എക്സാമിന് ഏകദേശം 3 months ഫുള്ളുണ്ട്. ഓഗസ്റ്റിൻ്റെ അത്രയും ടൈമും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസം ഞാൻ 14 മണിക്കൂർ പഠിക്കുമെന്നുള്ള ഡിസിഷൻസ് ഒന്നും ആരും എടുത്ത് കളയരുത്. അതൊക്കെ 1 week വരെ എക്സ്റ്റെൻഡ് ചെയ്യത്തുള്ളൂ, അത് കഴിയുമ്പോൾ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. പതിയെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ആദ്യമേ 14 മണിക്കൂർ എടുത്താൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സ്റ്റക്കാവും. നേരെ മറിച്ച് ആദ്യത്തെ ടൈം നിങ്ങളൊരു 3 hours ഇരിക്കുന്നു, പിന്നെ അത് 6 ആക്കുക, പിന്നെ 8 ആക്കുക, മാക്സിമം 10 ആക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് 14 അങ്ങനെയൊന്നും ആക്കരുതാരും. ഓക്കെ,
അപ്പം നാളെ ഫെയിലായാലും പാസ്സായാലും ഒരേ രീതിക്ക് കാണാൻ ശ്രമിക്കുക. എല്ലാവരും പാസ്സാവട്ടെ എന്നാണ് ഞാൻ വിഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഞാനും ഫെയിലായി തന്നെ സക്സസ് ആയ ഒരാളാണ്. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു മിക്സ് ഓഫ് ഇമോഷൻ ആയിരിക്കും. അപ്പോൾ ആ 2 ഡേയ്സിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും നിങ്ങളുടെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡിസിഷൻസും എടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഞാൻ എത്ര പഠിച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ, ആ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ജൂൺ 2024 അറ്റംപ്റ്റ് തൊട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന അറ്റംപ്റ്റിൽ ഞാൻ ക്ലാസ് ഒക്കെ എടുത്തിരുന്നു. ഇപ്പോൾ അതാ വരുന്ന ഡിസംബർ 2025 എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓൾറെഡി 2 ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3rd ബാച്ച്, അതായത് നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള പോസ്റ്റ് റിസൾട്ട് ബാച്ച് ഓഗസ്റ്റ് 16 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 16 ഓഗസ്റ്റ് 16 അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, വോട്ടെവർ നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പോൾ ബോത്ത് ഗ്രൂപ്പൊക്കെ എടുത്താൽ ഇനി പഠിക്കാൻ സമയമുണ്ടോ അങ്ങനെയൊക്കെ തോട്ടുണ്ടാവും. ഒരു പ്രശ്നമില്ല, ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് ടൈം ടേബിൾ കാര്യങ്ങൾ തരും, പഠിക്കുക. ടൈം ടേബിൾ, ക്ലാസ്, നോട്ട്, MCQ എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഞാൻ തരുന്ന കാര്യം അതേപോലെ പഠിക്കുക. ഞാൻ തരുന്ന ഇതിൽ പെൻഡിങ് ഒന്നും വെക്കാതെ പഠിച്ചാൽ മാത്രം മതി ബോത്ത് ഗ്രൂപ്പൊക്കെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഞാൻ തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പെൻഡിങ് വെക്കരുത്. നമുക്ക് ഓഗസ്റ്റ് 16 തുടങ്ങുന്ന ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാം കഴിയുന്ന ഡേറ്റ് വരെയും നിങ്ങൾ കംപ്ലീറ്റ് എൻ്റെ ഗൈഡൻസിലായിരിക്കും പോകുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 90% ഓഫ് ദി സിലബസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. എല്ലാ സബ്ജക്റ്റിൻ്റെയും 90% ആണ് കവർ ചെയ്യുന്നത്. 90% പഠിച്ചാൽ പാസ്സാവാൻ പറ്റുമോ എന്ന് ക്വസ്റ്റ്യൻ മൈൻഡിൽ വരും. തീർച്ചയായിട്ടും പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 128 മാർക്കിനാണ്. ഓക്കെ, ഞാനിവിടെ പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ടോട്ടൽ 128 മാർക്കിനാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് 100 മാർക്കിനാണ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 30 മാർക്ക് MCQവും 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവും ആണ് വരുന്നത്. ഈ 70 മാർക്ക് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. 5 ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, 14 മാർക്ക്. ടോട്ടൽ നമുക്ക് 7 ക്വസ്റ്റ്യൻ ഓഫ് 14 മാർക്ക് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് നിന്ന് നമുക്ക് 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ക്രാക്ക് ചെയ്യണം എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ക്ലാസ് തരുന്നത്. നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡിസംബർ 2025 CMA ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ തരുന്നതെന്ന് ചോദിച്ചാൽ ക്ലാസ് തരും, നോട്ട്സ് തരും, MCQ തരും, 5 അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ഞാൻ തരും. 5 അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ജൂൺ 23, ഡിസംബർ 23, ജൂൺ 24, ഡിസംബർ 24, ജൂൺ 25 ഇത്രയും അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചാപ്റ്ററിൽ തന്നെ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് നല്ല എളുപ്പമാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അൺലിമിറ്റഡ് വ്യൂസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡിസംബർ 31 വരെ അൺലിമിറ്റഡ് വ്യൂസ് ഉണ്ട്. ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ PDF ആക്കി നിങ്ങൾക്ക് തരും. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ടായിരിക്കും. സിംഗിൾ ഗ്രൂപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് 2 hour ക്ലാസ് ഉണ്ടാവുക. ബോത്ത് ഗ്രൂപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും 3 hour ക്ലാസ് ഉണ്ടാവുക. 2 to 3 ഞാൻ 2 to 3 പറയുന്നത്. മാക്സിമം 3 hour ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമുക്ക് ഒരു സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെഡ്യൂൾ കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ഇതിൻ്റെ ഫീ വരുന്നത് ഇങ്ങനെയാണ്. ഗ്രൂപ്പ് 1 മാത്രം എടുക്കുന്നവർക്കാണെങ്കിൽ 2500, ഗ്രൂപ്പ് 2 മാത്രം എടുക്കുന്നവർക്കാണെങ്കിലും 2500, ബോത്ത് ഗ്രൂപ്പാണ് എടുക്കുകയെങ്കിൽ 5000 ആണ് ആവുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് മാത്രം മതി, ചിലർക്ക് ലോ മതി, ചിലർക്ക് ടാക്സ് മതി, അക്കൗണ്ട്സ് മതി, ചിലർക്ക് ടാക്സും അക്കൗണ്ട്സും മാത്രം മതി. അപ്പോൾ അങ്ങനെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് അത് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഒരു സബ്ജക്റ്റിന് 700 റുപ്പീസാണ് വരുന്നത്. അത് നിങ്ങൾ ക്ലാസ് പർച്ചേസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഞാൻ അയച്ചു തരും. അല്ലാതെ ഗ്രൂപ്പ് വൈസ് എടുക്കുന്നവർക്കും ബോത്ത് ഗ്രൂപ്പ് എടുക്കുന്നവർക്കൊക്കെ കംപ്ലീറ്റ് എൻ്റെ ഗൈഡൻസിലായിരിക്കും. നിങ്ങൾക്ക് ഡിസംബറിലെ 18 വരെയാണ് എക്സാം തോന്നുന്നു. 18 വരെ നിങ്ങൾ കംപ്ലീറ്റ് എൻ്റെ ഗൈഡൻസിലായിരിക്കും പോകുന്നുണ്ടാവുക. റിവിഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് തരും.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്താൽ പാസ്സാകാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടേ നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അതുപോലെ പഠിക്കുക, തരുന്ന നോട്ട്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക. ഞാൻ പറയുന്ന റിവിഷൻ ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ റിവിഷൻ ചെയ്തിരിക്കണം. ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടോ കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്നോട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊരു ഫ്രണ്ട്ലി രീതിക്ക് നിങ്ങൾ ഈ കാര്യം പഠിച്ച് നല്ല ഒരു സ്മൂത്തായിട്ട് ഡെയിലി നിങ്ങളൊരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാനില്ലേ, 3 മണിക്കൂർ മാറ്റി വയ്ക്കാനില്ലേ, അത് മാറ്റി വയ്ക്കുക, പഠിക്കുക, അത്ര മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഈ പറഞ്ഞ ഡിസംബറിൽ ക്ലിയർ ആക്കാൻ പറ്റും. CMA ഇൻ്റർമീഡിയറ്റ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. സോ ഫെയിൽ ആയവരൊന്നും വിഷമിക്കേ വേണ്ട. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തോ, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. ജൂലൈ 5 നമ്മുടെ ബാച്ച് തുടങ്ങിയതിൽ ഏകദേശം 60+ സ്റ്റുഡൻസ് ഉണ്ട്. ജൂലൈ 21 തുടങ്ങിയ ബാച്ചിനകത്ത് പിന്നെ വന്ന കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മൾ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത ബാച്ചാണ് ഓഗസ്റ്റ് 16 തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, മാക്സിമം CMA ഇൻ്റർമീഡിയറ്റ് ക്രാക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കാര്യങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുക. നമുക്ക് നല്ല ഫീഡ്ബാക്സ് ഒക്കെ നമ്മുടെ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും വീഡിയോസായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ തന്ന റിവ്യൂസൊക്കെ ഞാൻ അതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യുക. എനിക്കറിയാം നമുക്ക് ഇപ്പം CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ക്ലാസ് 4 സബ്ജക്റ്റിനും കൂടിയാണ് 2500 എന്ന് പറഞ്ഞത്. ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഒരു സബ്ജക്റ്റിന് 625 രൂപയാവുന്നുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. ഇങ്ങനത്തെ ഈ ഒരു റേറ്റിൽ ഇത്രയും രീതിക്ക് ക്ലാസ് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് തന്നെ 3000 ഒക്കെ കൊടുക്കാതെ ആരും തരില്ല. പക്ഷേ ഈ ഒരു ബാച്ചിൻ്റെ ഇൻറ്റൻഷൻ നമുക്ക് പഠിച്ച് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഞാൻ CMA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കറിയാം. സോ എല്ലാവർക്കും യൂസ് ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ചെറിയ ഫീൽ, ഇത്രയും എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളും ആ ഒരു കറക്റ്റ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ട്രസ്റ്റ് നിങ്ങൾ തിരിച്ച് എന്നോട് കീപ്പ് ചെയ്ത് പഠിക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യുക. പെൻഡിങ് വെക്കാതിരിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയുള്ള ആകെ ഒരു 3-3.5 മാസമേ ഉള്ളൂ. ആ 3.5 മന്ത്സ് കറക്റ്റ് പഠിക്കുകയോ നിങ്ങൾക്ക് ബോത്തായാലും സിംഗിളായാലും ഒക്കെ എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു അഷുറൻസ് ഞാൻ തരുന്നുണ്ട്. പക്ഷേ പഠിക്കാനുള്ള ഡ്യൂട്ടി നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാമല്ലോ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുന്നവരെ സംബന്ധിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. ലോ ആണ് നമ്മുടെ ഫസ്റ്റ് പേപ്പർ. ലോ ഞാൻ നിങ്ങൾക്ക് 93 മാർക്കിനാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അതിൽ ഞാൻ എടുക്കുന്ന ടോപ്പിക്സ് കമ്പനീസ് ആക്ട് ഫുൾ എടുക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ലോയിലെ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. 5 ചാപ്റ്റേഴ്സും എടുക്കുന്നുണ്ട്. എത്തിക്സ് എടുക്കുന്നുണ്ട്. ഇത്രയും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് MCQ ഞാൻ തരും. ഇത്രയും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 93 മാർക്കിന് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്നൊക്കെയുള്ളത് ക്ലാസ്സിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു തരും. ഇത് 625 രൂപയല്ല ഒരു സബ്ജക്റ്റിനാവുന്നുള്ളത്. ഒരു തട്ടിക്കൂട്ട് ക്ലാസ് ആയിരിക്കും, അങ്ങനെയൊന്നുമല്ല. ഇൻ ഡെപ്തിൽ തന്നെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പേടിയൊന്നും വേണ്ട. തരുന്ന ക്ലാസ് പക്കാ ക്ലിയർ ആക്കി തരത്തുള്ളൂ. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. 93 മാർക്കിന് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കട്ട് ഓഫ് ഒക്കെ കഴിഞ്ഞ് 70 to 75 മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ പഠിപ്പിച്ച കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തത് 86 മാർക്കിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 93ക്കാണ് ഞാൻ കൊടുത്തത്. 86 മാർക്കിന് ഉണ്ടായിരുന്നു. ചെറിയ കട്ട് ഓഫ് ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് 82 മാർക്ക് നല്ല എളുപ്പമായിരുന്നു, ഞാൻ നല്ലോണം എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ബിഗിനിങ്ങിൽ പറഞ്ഞു തരും. പ്രീവിയസ് ഇയർ ഒക്കെ ചാപ്റ്ററിൽ തന്നെ തരും. എളുപ്പമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. സെക്കൻഡ് സബ്ബാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് ഞാൻ നിങ്ങൾക്ക് 100 മാർക്കിന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പാർട്ട്ണർഷിപ്പ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ജോയിൻറ്റ് വെഞ്ചർ ഒഴിവാക്കിയിട്ടുണ്ട്, ലീസ് അക്കൗണ്ടിങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് 3. ഇത് 2 ചെറിയ ചാപ്റ്റേഴ്സാണ്. ഇത് അത്യാവശ്യം വലുതാണ്. 14 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഏരിയ ആണ്. അത് ഞാൻ ഇത്രയും ഒഴിവാക്കിയിട്ടുണ്ട്. പകരം അതായത് 7 ക്വസ്റ്റ്യനിൽ 5 ആണല്ലോ നമുക്ക് പറ്റുക. നമ്മൾ പഠിക്കുന്ന ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ 5 ക്വസ്റ്റ്യൻ ഈസിലി പറ്റും. ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും പ്രീവിയസ് ഇയറും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. MCQ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈസിലി പഠിക്കാൻ പറ്റും. ഇത്രയും ടോപ്പിക്സ് ഇൻ ഡെപ്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്, എനിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ എല്ലാ ജേർണൽ എൻട്രീസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ആ പേടി വേണ്ട. നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഞാൻ 100 മാർക്കിന് പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സാണ് ഞാൻ എടുക്കുന്നത്. 11 ചാപ്റ്റേഴ്സാണ്. ഇൻ ഡെപ്തിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയറും എല്ലാം ഇട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങളത് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വേരിയേഷൻസ് ഉണ്ടാവും. എങ്കിലും കട്ട് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 70 മാർക്സ് ഒക്കെ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടാക്സേഷനിൽ വരുമ്പോൾ ഞാൻ IDT ഇൻഡയറക്റ്റ് ടാക്സ് ഫുൾ എടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ടാക്സിനകത്ത് റെസിഡൻഷ്യൽ സാലറി ഹൗസ് പ്രോപ്പർട്ടി സെറ്റ് ഓഫ് ഇത്രയാണ് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത്. ഇത്രയും പഠിച്ചാൽ നമുക്ക് 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു പ്രൊവിഷൻ എന്നുള്ള രീതിക്ക് ഞാൻ നിങ്ങൾക്ക് PGBP IFOS CG ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്ലാസ് ജസ്റ്റ് ഒരു 2 hours മറ്റോ ഇത് ലാസ്റ്റിലുണ്ടാവും. ഇതാണ് നമ്മുടെ റെഗുലർ ക്ലാസ്സിലുണ്ടാവുക.
ഓക്കെ. നെക്സ്റ്റ് ഗ്രൂപ്പ് 2 വരുമ്പോൾ OPM SM എന്ന സബിൽ ഞാൻ നിങ്ങൾക്ക് 80 മാർക്കിനാണ് പഠിപ്പിക്കുന്നത്. SM ഫുൾ എടുക്കുന്നുണ്ട്, OMൻ്റെ തിയറി ഏരിയാസാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി 80 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ബിഗിനിങ്ങിൽ പറയുന്നുണ്ട്. ദെൻ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ഞാൻ 100 മാർക്കിനാണ് പഠിപ്പിക്കുന്നത്. ഓഡിറ്റ് ഫുൾ എടുക്കുന്നുണ്ട്. നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ട്സിൽ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇൻഷുറൻസ്, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി, ക്യാഷ് ഫ്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചാപ്റ്റർ ഓഡിറ്റിൻ്റെ ഈ പറഞ്ഞ ഫുള്ളും ഈ പറഞ്ഞ 2 ചാപ്റ്ററും പഠിച്ചാൽ മതി. പക്ഷേ ക്യാഷ് ഫ്ലോ ഞാൻ നിങ്ങൾക്കൊരു പ്രൊവിഷൻ എന്ന രീതിക്ക് ഏതെങ്കിലും മറന്നു പോയാൽ എടുക്കാം എന്നുള്ള രീതിക്ക് ഞാൻ കുറച്ച് അതിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോഴും നിങ്ങൾക്ക് 100 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാം. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് ഫുൾ എടുക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ വളരെ വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി, 100 മാർക്കിന് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണെങ്കിൽ ഇതിനകത്ത് ഇത്രയും 8 ചാപ്റ്റേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. ട്രാൻസ്ഫർ പ്രൈസിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റിംഗ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയും പഠിച്ചാൽ മതി, നിങ്ങൾക്ക് 100 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അത് എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വരെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഈസിലി നിങ്ങൾക്ക് പറ്റും, എങ്ങനെയാണെന്നുള്ളത് ഈസിലി നിങ്ങൾക്ക് പറ്റും. അതിൻ്റെ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്ത് തരും. നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് പഠിക്കുകയും ചെയ്യാം, MCQ തരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ നിങ്ങൾ ഇനി മെസ്സേജ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞത്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ലോ 86, ബാക്കി 3 100 മാർക്കിനാണ് പഠിപ്പിക്കുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിൽ OPM SM 80 ആണ്, ബാക്കി 3 നമുക്ക് 100 മാർക്കിനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ 5 അറ്റംപ്റ്റ് ഉണ്ട്, MCQ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ജൂലൈ 5th ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഉടനെ നമുക്ക് ഓഗസ്റ്റ് 16 വരുന്നത്. ഒരു ഗ്രൂപ്പിന് 2500 ആണ്, ബോത്ത് ഗ്രൂപ്പ് ആകുമ്പോൾ 5000 ആണ്, സബ്ജക്റ്റ് വൈസ് ആണെങ്കിൽ 700 ആണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത്. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് നോക്കുന്നത് എന്നുള്ളതുകൂടി പറയാം. ഗ്രൂപ്പ് വൈസ് ആണെങ്കിൽ അങ്ങനെ, സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെ, ബോത്ത് ആണെങ്കിൽ അങ്ങനെ. ഏതായാലും ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എഗെയിൻ പറയുകയാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് മാത്രം എടുക്കുന്നവർക്ക് 2 hours ക്ലാസ് ഉണ്ടാവുക. ബോത്ത് എടുക്കുന്നവർക്ക് 2 to 3 hours, ചിലത് 2 hours മതി, ചിലത് 3 hours ആവശ്യമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുന്നവർക്ക്, ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പ് വൈസ് മാത്രം എടുക്കുന്നവർക്ക് November 5th വരെയാണ് ക്ലാസ് ഉണ്ടാവുക. ബോത്ത് ഗ്രൂപ്പ് എടുക്കുന്നവർക്ക് November 10th വരെയാണ് ക്ലാസ് ഉണ്ടാവുക. അതിനുശേഷം എക്സാമിന് വരെ നമുക്കൊരു 30 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും. ആ 30 ദിവസത്തെ ഗ്യാപ്പിൽ കംപ്ലീറ്റ് റിവിഷൻ ഞാൻ സെറ്റ് ചെയ്ത് തരും. റിവിഷൻ ടാർഗറ്റ്സ് തരും, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ കറക്റ്റ് ഈ ഒരു ഇത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് കാണുമ്പോൾ ഒരു തവണ പഠിക്കാൻ പറ്റും, ഡെയിലി റിവിഷൻ ബേസിസിൽ ഒരു തവണ പഠിക്കാൻ പറ്റും. ഇതിനിടയ്ക്ക് നമ്മുടെ ലാസ്റ്റ് 2 times റിവിഷൻ കിട്ടും. അങ്ങനെ ടോട്ടൽ 4 തവണ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പക്ക ക്ലിയർ ചെയ്ത് എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും പറ്റും. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓഗസ്റ്റ് 16 എല്ലാവരും ജോയിൻ ചെയ്യുക. ഇത്രയും ടോപ്പിക്സാണ് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നത്. നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എക്സാം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പഠിച്ചൊരു മെത്തേഡാണിത്. അപ്പോൾ ആ സെയിം മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. പഠിക്കാം, മാക്സിമം ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ട്. എഗെയിൻ ഞാൻ റിസൾട്ട് വരുന്നവരോട് പറയുകയാണ്, നിങ്ങൾ നാളെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്, നിങ്ങളെ സംബന്ധിച്ചൊരു ഇമ്പോർട്ടൻറ്റ് ഡേ തന്നെയാണ്. അപ്പോൾ എന്താണ്, ഞാൻ പാസ്സാവോ ഫെയിലാവോ ആ തോട്ട്സൊക്കെ ഒഴിവാക്കുക. മാക്സിമം 2 വന്നാലും നിങ്ങൾ ഒരേ രീതിക്ക് തന്നെ നിൽക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് വെച്ച് നമുക്ക് നോക്കാം. ഫെയിലായി എന്ന് വിചാരിച്ച് നമ്മുടെ ലൈഫ് എൻഡ് ആവുന്നൊന്നുമില്ല. പഠിക്കുക, സക്സസ് ആവുക, അത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CMA ഇൻ്റർമീഡിയറ്റ് കിട്ടിയാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടും. ഓക്കെ, ചെറിയ രീതിക്കൊക്കെ നമ്മുടെ ലൈഫ് മാറി തുടങ്ങും. അപ്പോൾ ആ ഒരു നമുക്കൊന്ന് പാസ്സായാൽ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ മാറും. ഓക്കെ, ഒരു വാല്യൂ ഒക്കെ മാറും. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പാസ്സാവുന്നതിന് മുമ്പുള്ള നമ്മുടെ ലൈഫ് വേറെ, പാസ്സായി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് വേറെ. അത് നിങ്ങൾ രണ്ടും ആലോചിക്കുക. അപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നന്നായിട്ട് നിങ്ങൾ കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്നതാണ് നിങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടാണ് ചെയ്യുന്നത്. ഇത്രയും ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഏകദേശം ഒരു സബ്ജക്റ്റ് തന്നെ ഏകദേശം അത്രയും ടൈം എടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യാനായിട്ട് ഒരു സബ്ജക്റ്റിനൊക്കെ 90 hours സ്പെൻഡ് ചെയ്ത് നോട്ടൊക്കെ ഇരുന്ന് എഴുതിയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇടുന്ന എഫേർട്ടിനുള്ളൊരു വാല്യൂ, ഒരു പ്രൈസ്, ഫീ ഒന്നുമല്ല ഞാൻ ഇട്ടേക്കുന്നത്. പക്ഷേ ഒരുപാട് പേർക്ക് യൂസ് ആവുന്നുണ്ടതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഏകദേശം 60+ ഏകദേശം ഒരു 80 അത്രയും കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ബാച്ചിലായാലും നമുക്ക് 30 something കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ബാച്ച് കുറച്ചുകൂടി വലുതായതും ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തതും ഒക്കെ. സോ നിങ്ങൾക്ക് ഞാൻ തരുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് അഷുറൻസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം, ഒരു പ്രശ്നവുമില്ല. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ്. ആരും ഡൗൺ ആവോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എല്ലാവരും നന്നായിട്ട് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കട്ടെ. എല്ലാവരും പാസ്സാവട്ടെ. എനിവേ, ഓൾ ദി ബെസ്റ്റ്.